അപ്പൊ എന്താ ചെറിയൊരു ബ്ലോഗ് ആക്കാനായി മാംഗ്ലൂർ വന്നത്. ഫുള്ള് തിരക്കുണ്ടു. അങ്ങ് തിരക്കിൻ്റെ ഇടയിൽ പോയില്ലെന്നാന്നല്ലോ എത്തണല്ലോ. അപ്പൊ നിങ്ങളുടെ ഓടുന്ന പർച്ചേസ് ആക്കുന്നതിനെ കുറിച്ച് എല്ലാം കമന്റിൽ അറിയിക്കാം. നമ്മ എന്തെല്ലെങ്കിൽ ഉപ്പാട്ടി ആക്കേണ്ടി വരും ബ്ലോഗ്. സ്റ്റാർട്ടിങ് വരുമ്പോ എന്നെ ആക്കാൻ മജ കിട്ടുന്നില്ല അല്ലേ ഗൈസ്? കിട്ടും, തൊണ്ട പറ്റിട്ടുണ്ട്, കിട്ടും അങ്ങനെ കിട്ടുന്ന. ഇതെന്ത് റംഗീല അപ്പൊ ഗൈസ് എന്ത് എന്നെ മീറ്റിലൊക്കെ എന്നെ വെച്ച് കളിക്കുന്ന. നീ കുറച്ച് ലോങ് എല്ലാം നിന്നെല്ലാം കാട്ട്, പീഡിയെല്ലാം കാട്ട്, നമ്മ പോകുന്ന റൂട്ടെല്ലാം കാട്ട് കറക്റ്റാ. അങ്ങനെ ഞമ്മ ഇപ്പൊ ദുബായ് മാർക്കറ്റിന് അങ്ങ് പോയിക്കൊണ്ടേ ഉണ്ട് ഗൈസ്. എന്താ വെച്ചാലും കുറച്ച് സാധനം എല്ലാണോ പീഡിയക്ക്. അപ്പോ എന്ത് വെച്ചാലും ഇത് നാടൻ തറക്കാരി, നല്ല ബട്ടർ, നല്ല അടിപൊളി തറക്കാരി. പിന്നെ ഞങ്ങളല്ലേ രാത്രി തന്നെയല്ലേ ഇത് നാളെ കാട്ടിയ സംശയം എല്ലായിടത്തും വെച്ചോ കൊണ്ട് നോക്കില്ല. എന്തായാലും നമ്മളിവിടെ മാർക്കറ്റ് പോയിട്ട് നോക്കില്ല. മദീനെ की वाली മദീനെ ബുലാലു. നമ്മ ദുബായ് മാർക്കറ്റ് റോഡിലാണ് ഉള്ളത്. ഇവിടെ മാർക്കറ്റ് ഉണ്ടാഞ്ഞല്ലേ റൈറ്റ് സൈഡ് കാട്ടറ ഇവിടെയാണ് മാർക്കറ്റ് ഉണ്ടായത്. മുന്നേ മാർക്കറ്റിനെല്ലാം പൊളിച്ചിട്ട് ഇപ്പൊ കള്ളാപ്പിലൊക്കെ ആക്കിന് മാർക്കറ്റ്. അപ്പൊ ഇത് ഇവിടെ എല്ലാം റോഡ് സൈഡിൽ ഇങ്ങനെ പച്ചക്കറിയെല്ലാം കാണുമ്പോഴേക്ക് ഇതൊരു മജ്ജ വേറെ തന്നെ അറിഞ്ഞ ബാക്കിന് ഭാര്യ അർജന്റുണ്ട് വാറിനടിച്ചോളൂ. കുത്തു പോരാ പോനെന്ന് സന്യാനി ആണ്ട് പോലെ ആയിക്കൊണ്ട് പോനാന്ന് നമുക്ക് പോനാന്നില്ല സ്പീഡില്. എന്താ സംശയം എന്താ ബായ് കപ്പായിട്ടുള്ള മുണ്ടുന്നയില്ല നീ മാസത്തിൽ മുന്നുകാലായിട്ടുണ്ടോ അങ്ങനെ അല്ലേ? നല്ല വിഷയം. അപ്പൊ ടോട്ടലായിട്ട് ഇവിടക്ക് വിഷയം എന്തില്ലെങ്കിൽ നമുക്ക് പാർക്കിംഗ് കോഡാക്കുന്നതിൽ അറിയുന്നില്ല. അതാണ് മെയിൻ. പാർക്കിംഗ് കിട്ടുന്ന ഡൗട്ട്. പാർക്കിംഗ് നമ്മൾ ദൂരെ ഉണ്ടാ പാർക്കിംഗ് ഏരിയ ഇവിടെ നമ്മൾ ചെലുത്തി വെച്ച് ഇല്ലാങ്ക എന്താക്കിയങ്ങാറോ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലേ സംശയം തളിച്ചുരാക്കൊനില്ല. ഞാൻ കീഞ്ഞിട്ട് വേണ്ട ഐറ്റം എടുക്കുന്നത് പോയിട്ട് നീ ഇടി റൗണ്ട് വന്നങ്ങ പിന്നെന്താക്കുന്നത് അതേ ഐഡിയ വേറെ ഒന്നുമില്ല. ബാംഗ്ലൂരിൽ ഫുള്ള് തിരക്ക്, പാർക്കിംഗ് കിട്ടുന്ന ഒരു ഡൗട്ടിലുണ്ട്. എന്നെങ്കിലും ഒരു മജ വേറെ ബാംഗ്ലൂർക്ക് വന്നിട്ടാകുമ്പോ പർച്ചേസിക്കാണ് വന്നത്. ഡ്രസ് പർച്ചേസ് എന്തല്ല, മൊബൈലിന്റെ പർച്ചേസിക്കാണ് വന്നത്. അപ്പോ എന്ത് ചെന്ന ഇത് കിട്ടുന്നില്ല ഭായി തൊണ്ട പറ്റിയിട്ട്. രണ്ട് തണ്ണിയിൽ കുടിച്ചിന സെറ്റപ്പ് ബർത്തി ഭായി മകരിപ്പ് കൈയുണ്ട് ആയല്ലേ പറ്റാ മുട്ടിട്ടില്ലെന്നല്ലേ കൊണ്ട് പോകുന്നില്ല. ഈ മുന്തിരിക തിന്നെങ്കിലേ സംശയം നാളെ എണിക്കാലോ. അപ്പൊ ഗൈസ് ഓക്കെ, നമുക്ക് പാർക്കിംഗ് കിട്ടാനായി. ഇപ്പൊ പാർക്കിംഗ് കിട്ടാതെന്നില്ല മാത്രമല്ല ഫുള്ളുണ്ട് നമ്മളായി പാർക്കിങ്ങിന്റെ ഏരിയ. എന്നെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണക്കിൽ തീർന്നോ അങ്ങനെ ചില ബോസ് പേരുന്ന അറിയില്ലേ? അറിഞ്ഞല്ലേ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞല്ലേ സംശയം പാർക്കിംഗ് അവിടെ ചെല്ലണ്ടേ ഇനി ഇതാരിലും ചെല്ലാൻ പിന്നെ ഞമ്മക്ക് എടുക്കാമല്ലോ ഇവിടെ പാർക്കിംഗ്. അപ്പൊ ഗൈസ് നമ്മളെ പെർമനന്റ് പാർക്കിങ്ങിന്റെ ജാഗയൊക്കെ എത്തി, പാർക്കിംഗ് ആക്കി. അപ്പൊ ഞാൻ കീന്ന് നിങ്ങ വരുന്നാ നല്ല ഇവിടെ ഇരിക്കുന്നാരാ വരുന്ന അപ്പൊ ബാഗിനടുത്ത രസമാതെ ഗൈസ്. അങ്ങനെ അങ്ങ് പാർക്കിംഗ് എല്ലാം ആക്കി മാംഗ്ലൂരിൽ. ഞാൻ ഈ സംസു സവാദാണ് വന്നത്. ഞാനിങ്ങനെ സിംഗിളായിട്ട് വന്നോണ്ടേ വന്നോണ്ടിരിക്കുമ്പോൾ ഒരു റിക്സയിൽ അവിടെ ഇരുന്നിട്ടുണ്ട് ബാഡിയാക്കാൻ റെഡി. ഞാൻ ചെല്ലി എന്തിനാ മുണ്ടാതിരിക്കും പേരി പോയി മാംഗ്ലൂർ പോയിട്ട് വന്നിട്ടേ ഇല്ല. ഞാൻ ചെല്ലി പേരി ദമായിട്ട് എങ്ങനെ വിളിച്ചോണ്ട് വന്നിരപ്പേ അങ്ങനെ വന്നോരും. അപ്പോൾ ടോട്ടലായിട്ട് നല്ല ബേല് എന്ന് മുണ്ടനും കിട്ടുന്നില്ലേ ബ്ലാഗിൽ എനിക്ക് വച്ചിനേല്. ഫൈനലി നമ്മൾ എന്താക്കി നമ്മളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സംസു സവാദ് വിട്ട് ദുബായ് മാർക്കറ്റ് അത് വിട്ട്. അപ്പോൾ അറിയില്ലേ എന്ത് സാധനമാണ് മൊബൈലിൻ്റെ സാധനമല്ലോ സവാദിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ ദുബായ് മാർക്കറ്റ് ഇതിനെ കാണുമ്പോൾ ഇപ്പോൾ സാധിക്കുന്നില്ല.
റോഡ് സൈഡിൽ കൂടെ എല്ലാം വേണം കാണുമ്പോൾ സമൂസം വേണം കോൾഡും വേണം എല്ലാം വേണം പിന്നെ നോമ്പ് തുറക്കാനാകുമ്പോഴേക്കില്ലേ പോയിട്ട് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് തണ്ണി കുടിച്ചിട്ടാകുമ്പോൾ ഫുള്ള് പാക്ക്. സോ ഗൈസ് നമുക്ക് ഇവിടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബന്ദറിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഉണ്ട്. ബന്ദറിൽ ഇങ്ങനെ പോകുന്ന വെച്ചില്ലെങ്കിൽ പിന്നെ എന്താക്കുന്നത് മോന്തി ആക്കണമല്ലോ ടോട്ടലായിട്ട്. ഷോപ്പിലൊക്കെ 4 മണിക്ക് എത്തിയെങ്കിൽ മതിയാന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് മാംഗ്ലൂരിലെല്ലാം ബന്ദറിൻ്റെ കൂടെ എല്ലാം ചെറ്റിട്ട് പിന്നെ സവാദിന്റെ കുടുംബം എന്നുള്ള ബന്ധറില്ല. അവൻ ചെല്ലാണ് കറല്ല നീ ചെല്ലല്ലേ സവാദെ? നീ ചെല്ലാണ് ഞാൻ ചെല്ല പിന്നെ എങ്ങനെ നീ അല്ലേ ചെല്ല? എന്റെ കുടുംബം എന്നുള്ള ബന്ധറില്ല. അങ്ങനെ എനിക്ക് കുടുംബത്തിനോടൊക്കെ പോയിട്ട് നോമ്പർപ്പിക്കുന്നവരെ നോക്കാം. ഫ്രണ്ട് ബാക്ക് ക്യാമറ കാട്ടുന്നു ഇതെല്ലാം കാട്ടുന്നു. റോഡിന്റെ അവസ്ഥ അറിയില്ല. റോഡ് പിന്നെ ഫുള്ള് പാർക്കിംഗ് എല്ലാം ആക്കിയതില്ലേ. ഏല പോണു ഏല പേർന്ന് അറിയില്ല. അയിലം പോന് ഏല പോനാന്നില്ല. ബ്ലോക്ക് എല്ലാം ഭയങ്കര ബ്ലോക്ക്, ഭയങ്കര ടഫ് റോഡ്. പിന്നെ നമ്മളെ ഡ്രൈവർ എക്സ്പെർട്ട് ആയിക്കൊണ്ടു ജിദ്ദന്റെ ഡ്രൈവർ ആയിക്കൊണ്ടു ഇവിടെ പായിക്കുന്നു. ബ്ലോക്ക് ആക്കിയത് എതിർ വെച്ചത് അട്ടം വെച്ചത് കൊടുക്കുന്നു. ഇല്ല എന്ത് പറഞ്ഞിട്ട് ഞാൻ പോയത് നീ പോകുന്ന ആണെന്നില്ല അളിയാ. അറിഞ്ഞ ചില ഗുരുത്തത്തിനെ വായിച്ചു നോക്കാം. അതാണ് ഗുരുത്തത്തിനെ പോലെ കാണുന്നു. യാറബ്ബ നീ ഉണ്ടാഞ്ഞ പുത്തൂരിൽ ഞാൻ വന്നിട്ട് ഉണ്ടാഞ്ഞല്ലേ? നീ എന്താ വരാത്ത? രാത്തനല്ലേ ബ്ലോക്ക് ആവും. ഞാൻ മേലെ വിടാം. അവിടെ ഒരു കൂട്ടം നിപ്പിക്കാൻ വന്നില്ല, ബ്ലോക്കായി. പിന്നെ ഫ്രണ്ടത്തെ വണ്ടിന്റെ ഓരോ ഓർണം പിന്നെ കണ്ട് നിപ്പിച്ചത് മുണ്ടുനാരി. അവർക്ക് ബാക്കത്തവർക്ക് അറിയില്ലല്ലേ ഇവിടെ നമ്മളെ അവസ്ഥ. ഗുജറിലെ പാർട്സ് എല്ലാം വേണം കൂടെ വന്നിട്ട് എടുക്കാം. എന്ത് വേണമെന്നുണ്ടു രണ്ട് സൈഡ് കാണിക്കാനാണില്ല. അപ്പൊ എതിരിൽ ബ്ലോക്ക് ആയത് റൈറ്റിലൊക്കെ എടുത്തോ. മാംഗ്ലൂരിലെ പ്രത്യേകത എന്താ അറിയോ സംശോധനക്ക്? ഏലെ പോയാൽ നമുക്ക് പോയിട്ട് വരാം. അറിഞ്ഞോ? തെറ്റല്ല. ഇപ്പൊ ബാംഗ്ലൂർ ട്രാഫിക്കിൽ പോയി കുടുങ്ങിയിട്ട് ഒരു റോഡിലെ പോയത് തന്നെ തപ്പിയങ്ങ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏല വേണം പോവും, ഏല വേണം വരാം. അതാണ് മാംഗ്ലൂരിന്റെ പ്രത്യേകത. ഇവിടെ ഒരു മജ്ജ. ഏല പോയെങ്കിൽ ലാസ്റ്റ് പമ്പയിലേക്ക് എത്തുന്നു നമ്മ പോയിട്ട്. കൊണ്ടു തലിച്ചോടിയില്ല. ബന്ദർ ചെല്ലുമ്പോ ഭയങ്കര ഇത് ട്രാഫിക് തോന്നുന്നല്ലേ? ചില ടൈമിൽ അവിടെ ബന്ദറിലെല്ലാം സാധനം കിട്ടുന്നല്ല. പഴയ സാധനം കിട്ടുന്നു, പുതിയ സാധനം കിട്ടുന്നു. ബന്ദർ ഒരു മാർക്കറ്റ് തന്നെ എന്തായാലും വലിയ മാംഗ്ലൂരിൽ. അടിപൊളി. നമുക്കൊരു ഇങ്ങനെ നോമ്പല്ലെങ്കിൽ നടന്നുകൊണ്ട് ചുറ്റുന്ന ഒരു മജ്ജ. വെയിലല്ലാത്ത ടൈമില് ഇപ്പൊ വെയിലായക്കൂടെ ഞങ്ങൾ എ സി എടുത്ത് പോയിട്ടുള്ളൂ. ചില പുറത്ത് കീയനാന്നല്ലേ ഷൂട്ടില്. പിന്നെ ഒന്നാമത് നോമ്പ് അതിനായക്കൊണ്ട് ഭയങ്കര എ സി എടുത്ത് പോയിട്ടുള്ളേ. എ സി ഇട്ട് തന്നെ പോണു. ഇപ്പൊ എ സി ഇട്ടിട്ട് പോന്ന കാർ പാർക്കിംഗ് കിട്ടുന്നില്ല അവിടെ. ജാഗ പാർക്കിംഗ് കിട്ടുന്നില്ല. ഇതാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ പാർക്കിംഗ് കിട്ടാതാണ് മൂഞ്ചിന്നല്ലെങ്കിൽ ഒരു 1.5 മൂഞ്ചി അറിഞ്ഞാലേ. റൗണ്ട് തന്നെ അടിക്കണല്ലാതെ വേറെ മാർഗം തന്നെയില്ല. റിക്സം വന്നു പണിപാളി തന്നെ റിവേഴ്സ് ആയിട്ടില്ല. റിവേഴ്സ് അയാൾ 150 അയാൾ വീട് കാണാൻ പറയുന്നത്. അയാൾ 150 ഈ അവിടെയൊക്കെ വന്നെ ചൂട്ടിൽ നോക്കുന്ന ഇല്ലേച്ചാ. നിങ്ങൾ അപ്പുറത്തൊക്കെ പോയാ ഈ ചൂടാണ്ട ഓ ഇവിടെ തണാൾ തിപ്പിച്ചെങ്ങന്തേ വെട്ടിവിടുക. ബ്ലോക്ക് ആവല്ലേ? ഒരു മിനിറ്റല്ലേ അങ്ങനെ ബ്ലോക്ക് എന്താ ചങ്ങായിമാരെ. അങ്ങനെ എന്താ വെച്ചാൽ ഞമ്മ മാംഗ്ലൂരിൽ പോണേപ്പാ. ഹലോ ചങ്ങായിമാരെ. അങ്ങനെ ഞമ്മ മാംഗ്ലൂരിലായിട്ട് വന്നുകൊണ്ടേ ഉണ്ടു. ഞമ്മ മാംഗ്ലൂരിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 ചങ്ങായിമാർ റിക്സയിൽ കട്ടറ ഇതൂടെ വേറെ കട്ട് റിക്സയിൽ കട്ട് കണ്ട് ഇതാ ഗൈസ്. നമ്മ മാംഗ്ലൂർ സിഗ്നലിൻ്റെ വന്നുകൊണ്ട് ഇവിടെ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. 6 സെക്കൻഡ്, 5 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ് ആയിട്ടാകുമ്പോൾ സിഗ്നൽ വിട്ടിട്ടാകുമ്പോൾ ഞമ്മ എന്തായാലും സിഗ്നലിൽ തന്നെ ബാക്കിയാകുന്ന ഒരു ഡൗട്ടുണ്ട്. ചില്ലെങ്കിൽ അത്ര പേര് ലൈൻ നിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സിഗ്നൽ എന്തായെങ്കിലും സംശയ സംഗതി തന്നെ അറിയില്ല. നല്ല വർക്ക് സിഗ്നൽ പറ്റി എന്ത് പറ്റി സവാദിന് മാത്രം ഉറങ്ങാത്തുള്ളത്. അപ്പോൾ സംശയം നല്ല വർക്കായി. കയ്യെല്ലാം പന്തിന്ന്
ആക്ഷൻ വർക്കാന്ന് അറിയാല. സിഗ്നൽ ഇതാന്നിട്ട് മുന്നേ ആ മോനാ പോയര് എൺമക്ക് സിഗ്നല് 25 സെക്കൻഡ് ഉണ്ട്, മതി നമുക്ക് മതി ഇത്. അപ്പോൾ അങ്ങനെയാണ് സംഗതി.